ഹായ് ഹലോ. അപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് അറക്കിയ കുട്ടികളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കറി വയ്ക്കാം. അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുകയാണെന്ന് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു കറിയാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ട് നമ്മൾ സാധാ മെത്തേഡ് തന്നെയാണ്, പക്ഷേ തേങ്ങാപ്പാൽ നല്ല അടിപൊളിയായിട്ട് 1-ാം പാലും 2-ാം പാലും 3-ാം പാലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മളതിലേക്ക് ചുവന്നുള്ളിയും പിന്നെ കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും ചതച്ചതും മീനിലിട്ടിട്ട് നല്ലപോലെ തിരുമ്മിയിട്ടാണ് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പുളിക്കായിട്ട് ചേർക്കുന്നത് കുടംപുളിയാണ് കേട്ടോ. അപ്പോൾ ഒരു 5-6 അല്ലി കുടംപുളി നല്ല വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് വെച്ചിട്ടുള്ളതും ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്തിട്ട് മീനെ നന്നായി തിരുമ്മി സെറ്റാക്കി വെക്കാം കേട്ടോ. തേങ്ങ ചിരകിയിട്ട് നമ്മൾ പാലെടുക്കുക കേട്ടോ. 1-ാം പാൽ ആദ്യം അടിച്ച് മാറ്റി വയ്ക്കുക, 2-ാം പാലും രണ്ടാമത് അടിച്ച് മാറ്റി വയ്ക്കുക, 3-ാം പാലും 2-ാം പാലും കൂടി ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ കറി വെക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് മീൻ നല്ലപോലെ കൂട്ടി സെറ്റാക്കിയിട്ട് നമ്മൾ 2-ാം പാലാണ് ചേർക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി കുറുകിയിട്ടുള്ളൊരു എന്താ പറയുക കറിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ അടുപ്പത്താണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഈ 2-ാം പാലിലും ഈ പാലിൽ കിടന്നിട്ടാണ് ഈ മീൻ കറക്റ്റായിട്ട് വേവുന്നത് കേട്ടോ. അപ്പോൾ വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല, ഈ പാലിൽ കിടന്ന് തന്നെ വേവണം. നന്നായി തിളച്ച് കുറുകി വറ്റി വരുന്നു കഴിഞ്ഞാൽ 1-ാം പാൽ ചേർക്കുക. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കാനായിട്ട് വിടരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇതായി ചൂടായാൽ മാത്രം മതി. നമ്മൾ ചട്ടി ഇറക്കിയിട്ടും ആ ചട്ടിയുടെ ചൂടുകൊണ്ട് അതങ്ങനെ തിളച്ച് പോകുന്ന കേട്ടോ. അപ്പോൾ അടിപൊളി കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൽ താളിച്ചൊഴിക്കണം. അതിനായിട്ട് നമ്മൾ ചെറുള്ളിയും വേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് വെളിച്ചെണ്ണയിൽ നല്ലപോലെ മൂപ്പിച്ചിട്ട് ചട്ടിയിൽ ചേർക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ നല്ല അറക്കക്കറി റെഡി ആയിട്ടാണ്. അപ്പോൾ ഇതും കൂട്ടിയിട്ട് അങ്ങോട്ട് ചോറുണ്ട് കഴിഞ്ഞാണ്ടല്ലോ, ആഹാ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയില്ല വെച്ചെങ്കിൽ തീർച്ചയായും ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.